ഇവിടെ കണ്ണടയ്ക്കണേ എന്ന് ടോവിൻ്റെ അടുത്ത് പറഞ്ഞു. പോയി കണ്ണിലൊന്നും ചെയ്യാൻ പറ്റില്ല, കണ്ണിത് അടിക്കുമ്പോൾ അടയ്ക്കണം, ഒരു സെക്കൻഡേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അതിനകത്തൊന്നും അഭിനയിക്കാൻ പറ്റില്ല. 2013-14 ആയപ്പോഴേക്കും ആക്ടിങ് പരിപാടി ഉറപ്പിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ. ഇഷ്ടമുള്ള കാര്യം ആക്ടിങ് ആണ്. അത് ചെയ്യുമ്പോൾ പൈസയും കിട്ടുന്നുണ്ട്. പിന്നെ അത് ചെയ്താൽ മതിയല്ലോ. എൻ്റെ അട്ടിയായിട്ട് ഇങ്ങനെ റൂമിൽ മറ്റേ പൈസ അട്ടി കളിക്കാനുണ്ടായിരുന്നു. 500 കെട്ട് കളിക്കാൻ തരും. അപ്പം ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ 2 നോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് തരും. അപ്പം ഞാൻ അതുകൊണ്ട് 100-200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകും. സിനിമയൊക്കെ പുച്ഛമായിരുന്നു എനിക്ക്. സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോൾ ഒരു പുച്ഛം കയറും. എന്ത് സിനിമ ഇവരെന്നൊക്കെയാണ്. എനിക്കിപ്പോൾ മിസ്സിങ്ങാ, എനിക്കതില്ലത്. ഞാൻ ഭയങ്കര ഉഴപ്പനാണിപ്പോൾ, മടിയനും. ഞാൻ മറ്റേ സാധനത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് വീണാലേ ഞാനത് പഠിക്കത്തുള്ളൂ. അത് വീഴുന്നില്ല. നോർമലി ആൾക്കാർ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരോട് ചോദിക്കില്ല, ടോവിനെ എങ്ങനെ ചോദിക്കണം. നമ്മളെന്തായാലും മോശം പറയരുതല്ലോ. അതുകൊണ്ട് അവരെന്തായാലും നമ്മളോട് നല്ല ഇടപെടും. കാരണം പിന്നെ ഷൂട്ട് നടന്നു പോകണം. അപ്പോൾ എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഹിച്ചേ മറ്റുവിനെ എന്നുള്ള രീതിയിൽ അവർ സഹിക്കും. അത് കഴിഞ്ഞാൽ ബന്ധം കഴിയും. പിന്നെ അടുത്ത പടം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ മീറ്റ് ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ സഹിക്കേണ്ട ആവശ്യം അവർക്കില്ല. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ശരിക്കും ബന്ധം മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോക്കറ്റിൽ ചില്ലറ എന്തോ ഉണ്ട്, ഞാൻ കാലിയാവാറില്ല. ഞാൻ എപ്പോഴും സമ്പന്നനായിരിക്കും. ഇത് മറ്റേ രജനീകാന്ത് കാണിക്കുന്ന ഇവിടെ പലർക്കും സംശയം കാണും, മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന്. എന്നാൽ മോഹൻലാൽ വരില്ലേ? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് പലർക്കും വില്ലൻ എന്ന് തോന്നിച്ചിരുന്ന ഒരു നായകനാണ്. ടുഡേ വി ഹാവ് ആക്ടർ മൂർ വിത്ത് അസ്. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് ആക്ടർ മൂറിന്റെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, ഫെബ്രുവരിയിൽ ഒരു പടം ഇറങ്ങുന്നു പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അത് മാർച്ചിലേക്ക് തള്ളിപ്പോവാ. വർക്കുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് പരിപാടികൾ ഈ കഴിഞ്ഞ കൊല്ലം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ഇറങ്ങിയിട്ടില്ല. ആകെ ഇറങ്ങിയത് ഒരു ശ്രീധന്യ കാറ്ററിംഗ് സർവീസാണ്. അതാണ് ആരും കണ്ടിട്ടുമില്ല. എൻ്റെ അപ്പനും അമ്മയ്ക്കും തിയേറ്ററിൽ പോയിട്ട് 10 പേരുണ്ടെങ്കിൽ കളിപ്പിക്കുന്നുണ്ട്, കാണാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതുണ്ട്. അപ്പോൾ അതിൻ്റെ റിലീസുണ്ട്. അതിൽ 2 പരിപാടിയുടെ പാച്ച് ഷൂട്ട് ഓരോ ദിവസങ്ങളിൽ വെച്ച് ചെന്നൈയിലും ഇവിടെ ഉണ്ട്. അങ്ങനെ അതാണ് വിശേഷം. എല്ലാവർക്കും ആക്ടർ മൂർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലുള്ള മൂറിനെയാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. മറ്റൊരു ഇതിലറിയില്ല എന്നല്ല പറയുന്നത്, എന്നാലും ആക്ടർ അല്ലാത്ത മൂർ എന്താണ്, എങ്ങനെയാണ്? ആക്ടർ അല്ലാത്ത ഞാൻ ഭയങ്കര ശോകമാണ്. കൊള്ളൂല, അങ്ങനെ മനുഷ്യനേ കൊള്ളൂല. അല്ല, എന്താണ് എന്തെങ്കിലും എക്സ്ട്രാ ബിസിനസ് കാര്യങ്ങൾ? എന്റെ പപ്പായ്ക്ക് ബിസിനസ് ആയിരുന്നു, അത് നോക്കി നടത്തണം. അല്ല, എന്താണ് എക്സ്ട്രാ ആയിട്ട്, എന്താണ് ഒരു ഇൻകം ജനറേറ്റിംഗ്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അതായത് എനിക്ക് ഒരു 2012 ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ പോയത്. 2013-14 ആയപ്പോഴേക്കും ആക്ടിങ് പരിപാടി ഉറപ്പിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യം ആക്ടിങ് ആണ്. അത് ചെയ്യുമ്പോൾ പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ചെയ്താൽ മതിയല്ലോ. വെറുതെ എന്തിനാ നമ്മൾ വേറെ ഓരോ പരിപാടിക്ക് പോകുന്നത്? അല്ലാത്ത പരിപാടി പൈസ കിട്ടുന്ന പല പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു എന്തൊക്കെ മറ്റേ ഇപ്പോൾ ഉദ്ഘാടനത്തിന് പോവുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ. അങ്ങനെ പോകുമ്പോൾ കുറച്ച് മറ്റേ കോളേജ് യൂണിയൻ ഇനാഗുറേഷൻ അങ്ങനത്തെ പരിപാടികൾ പോകും. ആസ് ആൻ ആക്ടർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. അതെ. ഇപ്പോൾ ആക്ടർ മൂറിനെ സംബന്ധിച്ച് എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്? ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണോ? പിന്നെ ഞാൻ കോടികളിട്ട് അമ്മാനെ പാടുന്ന മനുഷ്യല്ലേ. നമുക്ക് പൈസയുടെ പരിപാടി ഇല്ല. നമ്മൾ BTC, ഓൺലൈൻ ബിറ്റ് കോയിൻസ് ഇടപാടുകൾ. മനസ്സിലായില്ല. BTC അറിയില്ല? ബിറ്റ് കോയിൻ അറിയില്ല? ഇല്ല. ഷെയർ മാർക്കറ്റ് അറിയില്ല? സ്റ്റോക്ക് മാർക്കറ്റ് അറിയില്ല? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോട്ട് ഓഫ് ക്രോർസ് ആൻഡ് ക്രോർസ്. ഒരു കഥ പറയാം. ഇത് ഞാൻ ഇവിടെ വായിച്ചാണ്. ഇത് ആരുടെ കഥയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മറന്നുപോയി. അയാളുടെ പേര് ലൂയി ബെല്ലുച്ചി അങ്ങനെ എന്തൊരു ഇംഗ്ലീഷ് പേരാ, എനിക്കറിയാൻ പാടില്ല, മറന്നുപോയി. ഞാൻ കുറച്ച് കാലം മുന്നേ വായിച്ച. 11ാമത്തെ വളയെന്നാണ് കഥയുടെ പേര്. ഈ സമ്പദ് വ്യവസ്ഥ അങ്ങനത്തെ പരിപാടിനെ പറ്റിയുള്ള കഥയാണ്. പണ്ട് ഒരു ഗ്രാമം ഉണ്ടായിരുന്ന. അപ്പോൾ ഈ ഗ്രാമത്തിൽ ആൾക്കാരെങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ, ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു വീട് പണിയണം, അപ്പോൾ എല്ലാവരും കൂടെ പോവും, എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പണിയും. എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം. അവിടെ ആഴ്ച ചന്തകൾ കൂടും. അപ്പോൾ ഈ ആഴ്ച ചന്തയിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മറ്റേ
പായ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ പായകളൊക്കെ കൊണ്ടുവരും. കോഴീനെ വളർത്തുന്ന ആൾ മുട്ടയും കോഴി അങ്ങനത്തെ കൊണ്ടുവരും. അപ്പോൾ എനിക്കിന്ന് കോഴിക്കറി കൂട്ടാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പായ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒരു കോഴിക്ക് 10 പായ എന്ന് പറയും. അപ്പം വേറെ പായ ഉണ്ടാക്കുന്ന ആളാണ്. അയാൾ പറയും ഞാൻ 15 പായ തരാം, എനിക്കൊരു കോഴീനെ വേണം. ലേലം വിളിക്കും. അങ്ങനെ അതെ, അതാണ് പരിപാടി. അങ്ങനെ ലേലം വിളിച്ച് ആവശ്യക്കാർ ആവശ്യമുള്ളത് മേടിക്കും. അവർ ചന്ത പിരിയും. അവർ പിന്നെയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ ജീവിക്കുന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരാഴ്ച ചന്ത ദിവസം ഒരാൾ വരും. അയാൾ ഭയങ്കര ലെതറിൻ്റെ മറ്റേ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് കുതിരപ്പുറത്താണ് അയാൾ വരുന്നത്. അയാൾ വന്നിട്ട് ഒരു കർഷകൻ്റെ ഭാര്യയോട് പറയും, നിങ്ങളെന്ത് മണ്ടിയാണ്, നിങ്ങളുടെ കെട്ടിയവൻ എന്ത് മണ്ടനാണ്. അയാൾ കാണിച്ചിട്ടുണ്ടല്ലേ 15 പാവ കൊടുത്തിട്ടാണ് അയാൾ ഒരു കോഴീനെ മേടിച്ച്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 15 പായ ഉണ്ടാക്കുന്നത്? ഒരു കോഴിക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും കൊടുക്കുന്നത്? ബുദ്ധിയില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ ചോദിക്കുക, അത് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധി പറഞ്ഞു തരാം, നിങ്ങൾ ചന്ത കഴിയുമ്പോൾ ആ മരത്തിൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് ചെല്ലും. ചന്ത കഴിയുമ്പോൾ ഇപ്പോൾ ഇയാളുടെ കയ്യിൽ പശുവിൻ്റെ തോലുണ്ടാവും. ഇയാൾ ഈ പശുവിൻ്റെ തോലിങ്ങനെ വളയമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാമിലിക്കും 30 കൊടുക്കും. പറയും ഇതിലൊരു വളയത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു കോഴി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വില ഇടും. അങ്ങനെ ഒരു പരിപാടിയാണ് ഇതിൻ്റെ വില. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇനി കാര്യങ്ങൾ ഡീൽ ചെയ്യാം, കാര്യങ്ങളൊക്കെ ഈസിയാവും. ഒരു വളയം കൊടുക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മേടിക്കുന്നു, അതിന് നിശ്ചിത പ്രൈസൊക്കെ ഇട്ട് ആ പരിപാടി ചെയ്യും. എന്നിട്ട് ഇയാൾ പോകാൻ നേരത്ത് പറയും, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ട് ഇനി ലാഭങ്ങളുണ്ടാവും, കാര്യങ്ങൾ നിങ്ങൾക്ക് കുറേ കൂടെ സ്മൂത്താവും. ഈ ബുദ്ധി പറഞ്ഞു തന്നുകൊണ്ട് അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഞാനിവിടെ വരും. അപ്പോൾ നിങ്ങൾ 11ാമത് ഉണ്ടാക്കിയ ഒരു വളയമുണ്ട്, ആ വളയം നിങ്ങൾ എനിക്ക് തരണം. അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിനും 30 വെച്ചാണല്ലോ കൊടുത്തത്. ഇവർ 11ാമത്തെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ ഒരു കുടുംബം 11 ഉണ്ടാക്കുമ്പോൾ വേറെ കുടുംബത്തിന് 9 ആവും, വേറെ കുടുംബത്തിന് 8 ആവും. ഇവർ എണ്ണ ഇങ്ങനെ പ്രശ്നം വരുമല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ എന്താവും? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ, പ്രശ്നങ്ങൾ, അലമ്പുകൾ, വഴക്കുകളൊക്കെ നടക്കും, ഒക്കെ തകരും, ആകെ പ്രശ്നത്തിലാവും. അതാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വളയം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള പരിപാടി 11ാമത്തെ വളയത്തിന് വേണ്ടിയുള്ള എഫേർട്ട് അങ്ങ് നിർത്തുക. നമുക്ക് ജീവിക്കാനുള്ള പരിപാടിയൊക്കെ നടക്കുന്നേ. സഹകരിക്കുക, ആൾക്കാർ സഹായിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കടം വാങ്ങി ജീവിക്കണം എന്നല്ല. നമുക്കുള്ളപ്പോൾ നമ്മൾ കൊടുക്കുന്നു, ഇല്ലാത്തപ്പോൾ നമ്മൾ വാങ്ങുന്നു, അങ്ങനെയൊക്കെയല്ലേ. കടം കുറുക്കരുത് തപ്പ്, വാങ്ങരുത് തപ്പ്. അതൊക്കെ രജനീകാന്തിന് പറയാൻ കൊള്ളാം, കൈ കാശുള്ളവന് പറയാൻ കൊള്ളാം. കൊടുക്കുന്നതും തപ്പല്ല, വാങ്ങുന്നതും തപ്പല്ല. ഇപ്പം നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് 100 രൂപ മേടിച്ചാൽ അയാൾക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് കൊടുത്താലും മതിയെന്ന്. പഠിച്ചവൻ കാണുന്നില്ല എല്ലാം. പഠിച്ചവനെ പറ്റിക്കേണ്ടിരുന്നാൽ മതി. ഓക്കെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോകണമെന്ന് തോന്നി, കയ്യിൽ ഈ പറയുന്ന വളയും ഇല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും? വലിയ പ്രശ്നം. അതൊക്കെ നടക്കും കേട്ടോ. ഞാൻ എൻ്റെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. വളയുള്ളവൻ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കാശിൻ്റെ മുടക്കൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇപ്പം ഗോവയിൽ പോകുന്നു, അല്ലെ മൂന്നാർ പോകുന്നു, ഇവിടെയൊക്കെ ഭയങ്കര ചില്ലിങ് സ്പേസുകളാണല്ലോ. എനിക്ക് അവിടെ പോയി ഇഷ്ടം പോലെ കയറിയാണോ പോകുന്നത്? അല്ല, ഒന്നെങ്കിൽ എനിക്ക് അറിയാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ കള്ളവണ്ടിയും കയറാറൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കള്ളവണ്ടിയും കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇല്ല. കുറച്ചു കാലം മുന്നേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അമ്മയെ പിടിച്ചാലോ എന്നൊക്കെ. ഇപ്പം എനിക്കതില്ല, വേറെ കൈ കാണില്ല. ഇത് റെയിൽവേ പോലീസ് കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കാം. മുന്നേ ചെയ്തതിന് ഇനി ചെയ്താലേ പറ്റൂ. മുന്നേ ചെയ്തതിന് എങ്ങനെ പഴയ കാലമല്ലേ ഉള്ളൂ. ഫൈൻ അടയ്ക്കണം. ആണോ? ഇത് കട്ട് ചെയ്ത് കളയും. എനിക്ക് പണി എന്താ കണ്ടേ, അടയ്ക്കാൻ പൈസയില്ല. കാശ് കൊടുത്ത് ട്രെയിനിൽ കയറണം. കാശില്ലാത്തപ്പോ ഇപ്പൊ എന്താ ചെയ്യാ? കാശില്ലാത്തപ്പോ ഇതിന് വെള്ളം മേടിച്ചു കുടിക്കണം. പോട്ടെ, വെള്ളം മേടിച്ചു കുടിക്കണം, ഭക്ഷണം കഴിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം, അപ്പൊ ആരെങ്കിലൊക്കെ മേടിച്ചിരുന്നു. ഇല്ലടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. എനിക്ക് അപ്പനും അമ്മയൊക്കെ ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ അഥവാ അത്ര ഗതികെട്ട് കഴിഞ്ഞാൽ അപ്പനോട് ചോദിക്കും, ഭക്ഷണം കഴിക്കാനുള്ള പൈസയൊക്കെ തരും. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അക്ഷയുടെ ഞാൻ ഒരിടയ്ക്ക് ഡ്രാമ സ്കൂളിൽ 18ാം പടി കഴിഞ്ഞിട്ട് ഞാൻ പെട്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. എനിക്ക് പണിയില്ല, പടവും ഇല്ല, ആൾക്കാർക്ക് റെക്കഗ്നീഷനും ഇല്ല, ഒരു പരിപാടികളും ഇല്ല. ഈ സമയത്ത് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ കെട്ടിക്കിടക്കണം. അപ്പോൾ ക്യാൻറ്റീനിലെ പറ്റ് തീർക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അക്ഷയുടെ വീട്ടിൽ വരും. അപ്പോൾ അവൻ എന്തോ മറ്റേ വാലാട്ടിയുടെ ആണോ ഏതോ പടം, ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യം അല്ല, അതിന് മുമ്പാണ്. പക്ഷെ അവൻ്റെ കയ്യിൽ മറ്റേ അട്ടിക്ക് പൈസ ഉണ്ടായിരുന്നു.
പുള്ളി പാവം വെൽഡിംഗ് പണിക്കാണ് കൊറോണ സമയത്ത് പോയി കാശുണ്ടാക്കിയത്. അതിന്റെ ഇടയ്ക്ക് അല്ലല്ല അവന് ഏതോ പടത്തിന്റെ അഡ്വാൻസ് കിട്ടി ക്യാഷ് ആയിട്ട് കിട്ടിട്ട് ഒരു അട്ടിയായിട്ട് ഇങ്ങനെ അവൻ്റെ റൂമിൽ മറ്റേ പൈസ അട്ടികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, 500 കെട്ടുകൾ ഇങ്ങനെ ഇരും. അപ്പം ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അവൻ 2 നോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് തരും. അപ്പം ഞാൻ അതുകൊണ്ട് 100-200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകും. എൻ്റെ പൈസ ഉണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നിട്ട് 100 രൂപ 50 രൂപ കണ്ടേ ഉള്ളൂ തൃശ്ശൂർ, ആലുവ ടു തൃശ്ശൂർ ട്രെയിനിന്. അവിടെ എത്തും, പോയി ക്യാൻറ്റീനിലെ പറ്റൊക്കെ തീർക്കും, ഒരു ദിവസം ജോലിയായിട്ട് ജീവിക്കും, അതിനും പിന്നെ ദാരിദ്ര്യമാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ച് കാലമൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇടയ്ക്ക് ആൾക്കാർ കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുന്നത്, പൈസ കൊടുക്കാനും ഉണ്ട് പലർക്കും. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി? സിനിമയിലൊക്കെ എൻട്രി ആദ്യം 18-ാം പടിയാണോ? ആണ്. 18-ാം പടിയിലൊക്കെ ഉള്ള എൻട്രി പാർവതി ചേച്ചി കാരണമാണ് ആദ്യം. അതിന് മുൻപുള്ള സിനിമാ ലോകത്തേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ 18-ാം പടിയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ടിങ്. അതിന് മുന്നേ ഒരു പരിപാടിയില്ല. അതിന് സിനിമയൊക്കെ പുച്ഛമായിരുന്നു. എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിയുമ്പോൾ ഒരു പുച്ഛം കയറും. സിനിമ എന്ത് സിനിമ ഇവരെന്നൊക്കെയാണ്. ആ സ്റ്റേജിൽ നിന്ന് എവിടെ വന്ന് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. സിനിമ ഇല്ലാത്ത ബോറാണ്. അല്ല, സിനിമ ഇല്ലാത്തല്ല, ആക്ടിങ് ഇല്ലാത്ത. അതിന് ആക്ടിങ്ങിന് സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല, തിയേറ്റർ ചെയ്യാം. പക്ഷെ തിയേറ്റർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചിട്ട പരിപാടി, ഒരു പരിപാടി വേണം. എനിക്കിപ്പോൾ മിസ്സിങ്ങാണ്, എനിക്കതില്ലത്. ഞാൻ ഭയങ്കര ഉഴപ്പനാണിപ്പോൾ, മടിയനും. മറ്റേ സാധനമായി ഞാൻ എന്തോ ആയി ആ സാധനത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് വീണാലേ ഞാനത് പഠിക്കത്തുള്ളൂ. വീഴുന്നില്ല. അല്ല, ഞാൻ സ്വന്തം അത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ തന്നെ മാറണം. അതിന് മാറാൻ എനിക്ക് പണിയെടുക്കാൻ മടിയായിട്ടേ, എഫേർട്ടൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. അധ്വാനിക്കാൻ മടിയാ. സിനിമ ആവുമ്പോൾ ഉടായി പഠിച്ചിങ്ങനെ പോവാലോ. സിനിമയിൽ ഒട്ടും അധ്വാനമൊക്കെ ഉണ്ട്, പക്ഷെ ഷൂട്ടിന്റെ സമയത്താണല്ലോ, അപ്പൊ ഒന്ന് അധ്വാനിച്ചാൽ മതി. അതല്ലാണ്ട് ഇപ്പറഞ്ഞ ബോഡിയൊക്കെ നോക്കേണ്ടതാണ്. ചെയ്യുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ടൂളാണ്, നമ്മൾ പണിയെടുക്കണം. പക്ഷെ എനിക്ക് എൻ്റെ ജനറ്റിക് ലോട്ടറി അടിച്ചതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു പണിയെടുക്കാറില്ല. ഞാൻ അതിൻ്റെ സുഖത്തിലൊക്കെ പോവാ. ആഹാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള മൂടില്ല. പക്ഷെ അതല്ല, അത് അധികം കാലം അങ്ങനെ ഓടൂല. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്താലേ അത് കുറേ കാലം ഓടത്തുള്ളൂ. ചെയ്യണം. സിനിമയിലേക്കുള്ള സിനിമകളൊക്കെ എൻട്രി അങ്ങനെ തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്നു. അപ്പോൾ സിനിമയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഇൻ്റർനാഷണൽ തിയേറ്ററാണ് പരിപാടി. പോളണ്ടിൽ പോകണം, യൂജിനിയ ബാർബറുടെ വർക്ക് ചെയ്യണം, ഫ്രാൻസിൽ പോകണം, ആര്യൻ മിഷ്കിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, അതൊക്കെയാണ് പ്ലാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമക്കാരോടൊരു പ്രത്യേക സാധനമുണ്ട്, മറ്റേ ഒരമ്മ പറ്റ അങ്ങനത്തെ ഒരു സാധനമില്ലേ, മറ്റേ ഒരു തറവാട്ട് അങ്ങനത്തെ ഒരു സാധനമുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമക്കാരോട് പൊതുവെ. ആ സമയത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന സമയം. അപ്പോഴാണ് MG ജ്യോതിഷേട്ടൻ അവിടെ ഫെസ്റ്റിവലിന്, അഭിനയയുടെ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നത്. എന്നോട് പ്ലേ കളിക്കാൻ വരുമ്പോൾ പാർവതി ചേച്ചി, അഭിജ, കുറേ പേര് ആരൊക്കെ ഉണ്ടായിരുന്നു, അനിലേട്ടൻ, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർവതി ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ജോഷേട്ടന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ കൂടി. ഞാൻ ചിലപ്പോൾ ഒരു കസേര തുടയ്ക്കാൻ കൂടിയതായിരിക്കും ചിലപ്പോൾ എന്നെ സിനിമയിൽ എത്തിച്ചതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ലൈറ്റ് കെട്ടാൻ റിഗിൻ്റെ മുകളിൽ കയറി ലൈറ്റ് റിഗ് ചെയ്തത്, അതൊക്കെ അടക്കമാണ് എന്നോട് ഇഷ്ടപ്പെടാനുള്ള കാരണം. പാർവതി ചേച്ചി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ശങ്കറിൻ്റെ പടം തുടങ്ങുന്നുണ്ട്, നീ വന്ന് കാണുമെന്ന് പറഞ്ഞു. പോയി കണ്ടു. പക്ഷേ കണ്ടപ്പോൾ അവിടെ ഓഡീഷൻ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഓഡീഷന് അങ്കമാലി ഡയറീസിൻ്റെ ഓഡീഷൻ നടക്കുമ്പോൾ ഞാൻ അവിടെ സ്കൂളിൽ തന്നെ ഉണ്ട്. ഞാൻ ഓഡീഷനൊന്നും കയറുന്ന പരിപാടിയുള്ള ആളല്ല, എനിക്കിഷ്ടമല്ല. കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് നീ അഭിനയിച്ച് കാണിക്കുക, ഞാൻ നോക്കട്ടെ നിൻ്റെ കഴിവ്. അങ്ങനെ എൻ്റെ കഴിവ് അളക്കാമെന്ന് ഒരുത്തിനൊരു അങ്ങനെ ഇരുന്ന് അളക്കാനുള്ള പരിപാടി, മറ്റേ തമ്പുരാൻ്റെ മുന്നിൽ കഴിവ് ഞാൻ കാണിക്കട്ടെ എന്നുള്ള പരിപാടി ഇല്ല എനിക്ക്. പക്ഷേ ഇവിടെ അത് ആയിരുന്നില്ല. ഇവിടെ നാരായണേട്ടനും ശ്യാംബ്രോ ആണെങ്കിൽ കുറേ പടത്തിന് ക്യാമറ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള പരിപാടികൾ, ഇഷ്ടമുള്ള നടനാരാ? ഞാൻ പറഞ്ഞു രാജൻ കാക്ക നടൻ, ഇഷ്ടമുള്ള നടനെ. കൂടാണ് മറ്റേ തഗ്ഗടി മാത്രമല്ല, നമുക്ക് മറ്റേ അന്നത്തെ ചിന്ത ഏതാണ്, ഇത് നടനാവല് അഭിനയിക്കലെന്നല്ല, ലൈഫ് ഉണ്ടാവണം. കാരണം ഇയാൾ മറ്റേ ഹിമാലയം വരെ നടന്ന് യാത്ര ചെയ്ത മനുഷ്യനൊക്കെയാണ് രാജൻ കാക്ക നടൻ, എസ്തപ്പാനത്തെ. അപ്പോൾ അങ്ങനത്തെ മൂടാണ്. അപ്പോൾ ഞാൻ അയാളുടെ പേരൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു പോലെ ഇരിക്കണം, ശങ്കരാട്ടം വന്ന് കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ശങ്കരാട്ടം വന്നു, കണ്ടു. എന്നിട്ട് പറഞ്ഞു ബോഡി ഇതിൽ ഈ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ബോഡി സുധീവേട്ടൻ ക്യാമറമാനും പറഞ്ഞോളൂ കുറച്ച് സാധനം കയറ്റണം, ബോഡി കയറ്റണം. അയ്യപ്പനായിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബോഡി കയറ്റണം, ബോഡി ഇത് പോരാ, കുറച്ചും കൂടെ ബോഡി വേണം എന്നാണ് പരിപാടി. ക്യാമറ കാണുമ്പം പാവം പാർവതി ചേച്ചി ഇല്ലാത്ത പൈസക്ക് അവർക്ക് ഏതോ പടത്തിൻ്റെ അഡ്വാൻസ് കിട്ടിയ പൈസക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ, പാർവതി ചേച്ചി മറ്റേ പ്രോട്ടീൻ പൗഡറൊക്കെ എത്ര രൂപയുടെ ആയിരുന്നത്?
4,000 രൂപ കണ്ടായിരുന്നു വലിയൊരു പെട്ടി എനിക്ക് മേടിച്ചു തന്ന്. എന്നെ അമ്പീനെ കൂടെ കൊണ്ട് ജിമ്മിലൊക്കെ അവർ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ജിമ്മിലൊക്കെ ചേർത്ത്. ഞാനാണ് മടിയൻ, ഞാൻ പണിയെടുക്കുകയില്ല, ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ വരെ കഴിക്കുകയില്ല, അങ്ങനെ മടിയായിരുന്നു. അങ്ങനെ ആ കാസ്റ്റിംഗ് എന്തായാലും എൻ്റെ മാറി. അക്ഷയ് വന്ന് അടിപൊളിയായി, അവൻ രക്ഷപ്പെട്ടു. ഞാൻ മറ്റേ ചെറുത് ചെയ്തുകൊണ്ട് ഞാനും എനിക്ക് പിന്നെ കള കിട്ടി, രക്ഷപ്പെട്ടു. കളയിലൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഒരു ഫൈറ്റ് സീനും. ഫൈറ്റ് എന്ന് പറഞ്ഞോണ്ടല്ലോ, അതിന് കൂടുതലും മറ്റേ ചെളി കടന്നുരുളലും പരിപാടികളൊക്കെ. എനിക്ക് രാവിലെ ഷൂട്ടിന് പോകുമ്പോഴുള്ള സന്തോഷം എന്താ വെച്ചാൽ ഇന്ന് ടോവിനോട് കൂടെ കെട്ടിപ്പിടിക്കാനും കളിക്കാനും പോവുകയാണ്. എനിക്കതാണ് മൂഡ്. ഇന്ന് ഞങ്ങൾ പോകുന്നു, ടോവിനോട് കൂടെ കെട്ടിപ്പിടിക്കുന്നു, അവിടെ നിന്ന് ഉമ്മ വയ്ക്കുന്നു, മറ്റേ ടോവിനോ എന്നെ പലതും ചെയ്യുന്നു. ഓക്കെ, ബീപ്പ് ബീപ്പ് ബീപ്പ്. അങ്ങനെയുള്ളൊരു മൂഡിലാണ് ഞാനത് എൻജോയ് ചെയ്താണ് അങ്ങനെയാണ് പോയത് എല്ലാ ദിവസവും. കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, നമ്മളൊരു പടത്തിലെ മെയിൻ പരിപാടിയാണെങ്കിൽ നമ്മളതിനകത്തൊരു പ്രൊട്ടഗോണിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ കളനെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസിൽ പോകുന്നു, നമ്മളെ വെറുതെ ഒരു റോളിന് പോകുന്നു, അല്ലെങ്കിൽ വലിയൊരു സ്റ്റാറിൻ്റെ പടത്തിൽ ചെറിയൊരു വാല്യൂ പരിപാടിക്ക് പോകുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന നമ്മൾ രാജാവാണ് അവിടെ. ക്യാരവാൻ്റെ കാര്യത്തിലൊന്നല്ല, ക്യാരവാൻ തരുന്ന അതൊന്നുമല്ല, നമ്മളോട് ഒരാളും മോശമായിട്ട് നമ്മളെ വിഷമിപ്പിക്കില്ല. കാരണം ആർട്ടിസ്റ്റാണല്ലോ, വിഷമിപ്പിക്കരുതല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ സ്വതന്ത്രനാണ് അവിടെ. നമുക്ക് ആകെ ഉള്ളൊരു കാര്യം ഡയറക്ടറാണ് ശരിക്ക് പരിപാടി, സുപ്പീരിയർ. പക്ഷെ അതേ പരിപാടി നമുക്കും തരും, ബാക്കിയുള്ളവർ നമുക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് തരും. അപ്പോൾ ആ സന്തോഷത്തിൽ ഫുൾ. പിന്നെ നമ്മളൊരു രാജാവാണ്, ആ സെറ്റിൽ നമ്മൾ രാജാവാണ്. ഒരാൾ നമ്മളോടൊന്നും പറയാനുമില്ല. ഡയറക്ടറോട് ഭക്ഷണമാക്കുന്ന രീതി നമ്മളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്തായിരുന്നു. പല പടത്തിനും പോകുമ്പോൾ അതൊക്കെ മിസ് ചെയ്യാറുണ്ട്. ആ പ്രാന്ത് പിടിക്കും ചില പടത്തിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴേ. കുഴപ്പമില്ല, അതൊക്കെ മാറും. ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി സ്റ്റക്ക് ആവുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യലി സ്റ്റക്കായിപ്പോയി, ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ആകെ ഒരു അങ്ങനെ വന്നൊരു സമയമൊക്കെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ ജപ്തി വന്നപ്പോൾ ജപ്തി ആയില്ല, അതിന് മുന്നേ അത് മാറി, പരിപാടി മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇനി ഒരു 1.5 ലക്ഷം രൂപയുടെ കൂടെ പ്രശ്നമുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതൊരു 2.5 ആയിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ആകെ പെട്ടു വിചാരിച്ചു. 2.5 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വഴിയും കാണുന്നില്ല. ഞാൻ ആർക്കൊക്കെയോ വിളിച്ച്, ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോഴേ ഞാൻ ആരോടൊക്കെ ചോദിച്ചറിയോ, എൻ്റെ നെയിം ലിസ്റ്റിൽ പേരുള്ള സിനിമ ചെയ്യുന്നുള്ള ഈ കാശുണ്ടാവുമല്ലോ, കൈലാഷേട്ടനെ വിളിച്ചു, ലുക്കുവാനെ വിളിച്ചു, ആരൊക്കെയോ വിളിച്ചു. ഞാൻ ഇവരോടൊക്കെ കാശ് ചോദിക്കുന്നത്. ഇത് കുറെ പരിപാടിയാണെന്നറിയോ. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ ശരിയാണ്, ഞാൻ ടിനി ടോമിനെ വിളിക്കുന്നു കാശ് ചോദിക്കാൻ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. അതെ, പക്ഷെ അത് ക്രൈസിന് മേളിൽ കയറി. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ അന്ന് ഭയങ്കര ഞാൻ പെട്ടുപോയിരുന്നു ആ സമയത്ത്. കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വീട്ടിൽ കുറേ കാലം കൂടിയിട്ട് അങ്ങനെ പോയി ഇരിക്കുന്നത് കുറച്ച് കാലം. അപ്പോൾ വീട്ടുകാരിങ്ങനെ പൈസയുടെ പ്രശ്നങ്ങളും വീട് ജപ്തിയാവും എന്നുള്ളൊരു സംസാരമുണ്ട്. അപ്പോൾ ജപ്തിയായി എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് എന്ത് ചെയ്യാനൊന്നും ചെയ്യാനില്ല, ഇപ്പോൾ ആത്മഹത്യ ചെയ്യാം എന്നുള്ള മൂഡ്, അങ്ങനത്തെ ഒരു വർത്താനം. അത് അച്ഛൻ കുറച്ച് മറ്റേ സാധനം ഇട്ടതാണോ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും പക്ഷെ അത് കേൾക്കുമ്പോഴേ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഇതായി പ്രശ്നമായിപ്പോയി. ആ പേടിയിൽ ഞാൻ പെട്ടെന്ന് ആരൊക്കെയോ വിളിച്ച് കടഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് ഏത് ഫിലിമിന്റെ സമയത്തായിരുന്നു? മീൻസ് ജസ്റ്റ് 18 കഴിഞ്ഞിട്ട് ഈ അടുത്തൊരു കുറച്ച് കാലമേ ഉള്ളൂ അത് ഈ സംഭവം കഴിഞ്ഞിട്ട്. ഫസ്റ്റ് ഇൻകം എത്രയായിരുന്നു അപ്പോൾ? ഫസ്റ്റ് ഇൻകം സിനിമയിൽ നിന്നുള്ള ഫസ്റ്റ് ഇൻകം 1500 രൂപയാണെന്ന് തോന്നുന്നു. അത് ഈ 18 പഠിക്കല്ല, അതിന് മുന്നേ മറ്റേ മോഹവലയം എന്നാണെന്ന് തോന്നുന്നു, ടി വി ചന്ദ്രൻ്റെ ഒരു പടം, മോഹവലയം, മൈഥിലിയൊക്കെ അഭിനയിച്ചത്. അതിനകത്ത് കുറച്ച് തിയേറ്റർ ചെയ്യുന്ന ആൾക്കാർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടംപററി തിയേറ്റർ, വേറെ പരിപാടി, തിയേറ്ററിൻ്റെ പരിപാടി ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഞങ്ങളാരൊക്കെയോ ശരത്സഭയൊക്കെ ഇല്ലേ, അറിയോ? കേട്ടിട്ടുണ്ട്. മറ്റേ സജിയേട്ടാ അങ്ങോട്ട് പോലെ ലോക്കാണ് സഭച്ചി, ഞാന് ഞങ്ങളൊക്കെ കൂടെ എറണാകുളത്ത് വന്നിട്ടുണ്ട് ഒരു പടത്തിന്റെ ഷൂട്ടിന്, ടി വി ചന്ദ്രന്റെ. നോക്കുമ്പോൾ മറ്റേ പരിപാടി നാടക പരിപാടിയല്ല, മറ്റേ ആൾക്കാർ ഇങ്ങനെ എന്നെ എടുത്ത് വെക്കുന്നത്, എന്നെ ഇങ്ങനെ എടുത്ത് വെക്കും സഭച്ചിയൊക്കെ കൂടെ. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ മൈഥിലി ഇങ്ങനെ വരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പരിപാടി. അപ്പോൾ ഒറ്റ ദിവസത്തെ പരിപാടി, രാവിലെ തൊട്ട് ഉച്ച വരെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഇവരെന്താ ചെറിയ പൈസ ഒക്കെ ഒപ്പിക്കാനുള്ള പരിപാടി നോക്കി. പക്ഷേ ബിരിയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പൈസ എത്ര 1500 ആയിരുന്നു തോന്നുന്നു, 1500 രൂപ മേടിച്ചു. അതാണ് ഫസ്റ്റ് ഇൻകം സിനിമയിൽ നിന്ന്. അല്ല, ഇപ്പോൾ ഒരു നായകൻ വേഷം ചെയ്തു, കളയിലൊരു നായകൻ വേഷം ചെയ്തു,
അപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്തായിരുന്നു? സ്റ്റേറ്റ് അതിന് അപ്പം എനിക്ക് പൈസ കിട്ടി. അത് ചെയ്തപ്പോൾ എനിക്ക് 3 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു കിട്ടി. പിന്നെ ചേട്ടനോട് ഇപ്പം ചോദിച്ചാലും എനിക്ക് ഇടയ്ക്ക് ക്രൈസിസ് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, അപ്പം തരാറുണ്ട്. ഈ അടുത്തല്ല കേട്ടോ, ഇപ്പോൾ കുറച്ച് ഞാൻ ചോദിച്ചിട്ട്. ഇപ്പോൾ ഈ ടിക്കറ്റാക്കയുടെ സമയത്ത് എനിക്ക് കുറച്ച് പൈസ വന്നിരുന്നു. അതിന് ഞാനൊരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് അതിനൊക്കെ മുന്നേ ഈ പടമൊന്നും ഇല്ലാത്തപ്പോഴും ഞാൻ ഇടയ്ക്ക് ചേട്ടനോട് പൈസ ചോദിക്കുക, ചേട്ടൻ പൈസ തരും, പ്രൊഡ്യൂസർ കളയുടെ അങ്ങനെ അതിന്. പക്ഷെ കൃത്യമായിട്ടൊരു ഇൻകം എന്ന് പറയാൻ 3 രൂപയാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. പടത്തിൻ്റെ പൈസ നമ്മൾ എഴുതി എനിക്ക് 3 രൂപ കിട്ടി. അതങ്ങനെ തന്നെ ബാങ്കിൽ പോയിട്ടുണ്ട്. എൻ്റെ ചിലവിൻ്റെ ഒരു 50,000 ഒക്കെ എടുത്ത് കാണും ചിലപ്പോൾ. ബാക്കിയൊക്കെ ബാങ്കിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ചോദിച്ചാൽ? പോക്കറ്റിൽ ചില്ലറ എന്തോ ഉണ്ട്. ഇനി തിരിച്ചു പോകാൻ അതെ, ഞാൻ കാലിയാവാറില്ല. ഞാൻ എപ്പോഴും സമ്പന്നനായിരിക്കും കേട്ടോ. ഇത് മറ്റേ രജനീകാന്തൊക്കെ കാണിക്കുന്ന മറ്റേ ഇനി ഒട്ടിയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. എൻ്റെ തിരിച്ചു പോകാൻ വേണ്ടി പിന്നെ തരില്ലേ, അത് സെറ്റായി. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഓക്കെ, ടൊവിനോ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു സിനിമ നടക്കുന്ന സമയത്ത് എന്തായാലും നമുക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അയാളെ സഹിക്കണം. ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഭയങ്കര ന്യൂ കമറാണ് സിനിമയെ സംബന്ധിച്ച്. കട നടക്കുമ്പോൾ അപ്പോൾ ആളൊരു മിന്നൽ മുരളി ഇല്ലല്ലോ, മിന്നൽ മുരളിക്ക് മുന്നേ സ്റ്റാറാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള അത്രയും സൂപ്പർ സ്റ്റാർ പരിപാടി അല്ല, എന്നാലും ആളൊരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളെ നോർമലി ആൾക്കാർ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരോട് ചോദിക്കില്ല ടൊവിനെ എങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെന്തായാലും മോശം പറയരുതല്ലോ. അതുകൊണ്ട് അവരെന്തായാലും നമ്മളോട് നല്ല ഇടപെടും. കാരണം പിന്നെ ഷൂട്ട് നടന്നു പോകണം. അപ്പോൾ എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഹിച്ചേ മറ്റുവനെ എന്നുള്ള രീതിയിൽ അവർ സഹിക്കും. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാലാണ് ശരിക്ക് അവരെങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവുക. അത് കഴിഞ്ഞാൽ ബന്ധം കഴിഞ്ഞു. പിന്നെ അടുത്ത പടം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ മീറ്റ് ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ സഹിക്കേണ്ട ആവശ്യം അവർക്കില്ല. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ശരിക്കും ആ ബന്ധം മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ പല സമയത്തും ടൊവിനോനെ കാണാൻ പോയിട്ടുണ്ട്. ടൊവിയുടെ ചേട്ടൻ്റെ അവിടെയൊക്കെ അവരുടെ മറ്റേ സ്റ്റേഡിയമൊക്കെ അവിടെ പോയി ഞങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നിട്ടുണ്ട്. വിളിക്കാറുണ്ട് ഇടയ്ക്ക്. ഇന്നലെയും വിളിച്ചിരുന്നു. എന്താ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചേ? ഇന്നലെ ആൾ ഇവിടെ ഇല്ലല്ലോ, ആൾ വിദേശത്ത് എവിടെയല്ലേ. അപ്പോൾ അവിടെയുള്ള ജോർജിയയിലുള്ളൊരു കൊച്ചിനിക്ക് മെസ്സേജ് അയച്ച് ടൊവിനോയ്ക്കൊരു ഡിന്നറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡിന്നറെങ്കിലും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്. ഞാനിവിടെ ഡിന്നർ കഴിച്ചിട്ടില്ല. എന്നിട്ട് ആ വിഷമം ആർക്കും ഇല്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ എന്നോട് പറയാം ടൊവിനോയ്ക്ക് ഡിന്നർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി ടൊവിനോട് പറഞ്ഞു. അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്തായാലും എനിക്കറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ സമയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിലപ്പെട്ട സമയമാണ്. ഈ 1 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു അൺനെസസറി കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇല്ല അവർക്ക്. അത് ചെയ്യാൻ പാടില്ല. നമ്മളായിട്ടത് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ആദ്യം മെസ്സേജ് അയക്കും, ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ ആളെന്നെ ഇങ്ങോട്ട് വിളിച്ച്. എന്നിട്ട് അങ്ങനെയുള്ള കുറേ ബന്ധങ്ങളുണ്ട് കേട്ടോ സിനിമയിൽ നിന്ന്. മറ്റേ ശങ്കരേട്ടനായാലും ഞാൻ മെസ്സേജ് അയച്ച് വിളിച്ചോട്ടെ ചോദിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ എന്നുള്ള മൂഡാണ് ആൾ പറയുന്നത്. പക്ഷേ നമ്മളങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറില്ല. ശല്യം ചെയ്യാറുണ്ടോ? ഇല്ലയെന്ന് തോന്നുന്നു. അവരാൾ പറയേണ്ടത് ഇല്ല. അത് ശല്യം ചെയ്യാണ്ട് നോക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അങ്ങനെ വയ്ക്കാറൊക്കെ ഉണ്ട് എല്ലാവരെയും. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹമാണോ? അതെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെന്താ സാധനം? സ്റ്റോക്ക് മാർക്കറ്റ് എന്താന്ന് അറിയില്ല. അല്ല എനിക്ക് അറിയാം. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഷെയറുകൾ മേടിച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞു. അക്കൗണ്ട് ബാലൻസ് എത്രയുണ്ട്? എൻ്റെയോ 1 രൂപ എന്തായാലും ഉണ്ട്. 1 രൂപ ഞാൻ തീർക്കരുതെന്ന് വെച്ചിട്ടേക്കില്ല. കോടികളുടെ ബിസിനസ് ചെയ്യുന്ന മോനു ഞങ്ങളുടെ അക്കൗണ്ടിലല്ല ക്യാഷ്. കയ്യിലുള്ളത് കൈ കൊണ്ടു നടക്കരുത്. കൈ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, കൊള്ളക്കാർ. ഇപ്പോൾ യൂത്തിനോട് സേവിങ്സിന്റെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അവരെ സേവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സേവ് ചെയ്യേണ്ടത് സ്നേഹം. അതെപ്പോഴും സേവ് ചെയ്ത് വെക്കണം. അതാണ് സ്നേഹം വേണം. വേറെന്തായാലും പറയുക, മലയാളത്തിൽ എന്താ പറയുക, കെയർ എന്നൊക്കെ പറയില്ലേ. ബാക്കി ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അയാളെ സഹായിക്കാനുള്ള പരിപാടി, അങ്ങനത്തെ ഒരു സാധനം അത് സേവ് ചെയ്ത് വെക്കണം. പൈസ ഒന്നും സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൈസ ഭയങ്കര ആവശ്യമാണ്. പൈസ ഇല്ലാണ്ട് ഈ ലോകം ഓടില്ല. പക്ഷേ നമ്മുടെ ഈ പൈസ വേണമെന്നൊന്നും ഇല്ല. പക്ഷേ പൈസ നല്ലതാണ് കേട്ടോ. പൈസ ഇല്ലാത്ത എനിക്ക് പലതും പറയാം. എൻ്റെ വഴി വേറെ ആയതുകൊണ്ട് എനിക്ക് പലതും പറയാം. എനിക്കതില്ലാണ്ട് ജീവിക്കാൻ ഞാൻ ജീവിക്കുകയൊക്കെ ചെയ്യാം. പൈസ ഇല്ലെങ്കിലും ജീവിക്കും.
എന്നുള്ളൊരു ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ എനിക്ക് കുറച്ചുണ്ട്. അത് എപ്പോഴെങ്കിലും പാളും. അതുവരെ ഞാനിങ്ങനെയൊക്കെ പോവും. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും സേവ് ചെയ്യാണ്ടിരിക്കാനോ ഒന്നും നോക്കുന്നില്ല, അങ്ങനെ ചെയ്യാനായിരിക്കും. പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടി ഓടുന്നത് അത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സമയമില്ലേ, ഒരു 60 കൊല്ലം 70 കൊല്ലത്തിനുള്ളിൽ തീരും. ഞാനൊക്കെ മിക്കവാറും 50 തീരും. ഇപ്പോൾ ഇനി അധികം കാലം ഇല്ലപ്പോൾ. അപ്പോൾ ഈ ഉള്ള സമയത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷിക്കാനുള്ള സമയങ്ങൾ ഒരുപാടുണ്ടാവും. ഈ സന്തോഷത്തിനല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിൽ അമ്മയുടെ കൂടെ ഇരിക്കാനുള്ള സമയം ഭയങ്കര കുറവ് കിട്ടിയതെന്താ വെച്ചാൽ, അമ്മ ആ സമയത്ത് മറ്റേ HD എൻ്റർപ്രൈസസിൻ്റെ കളക്ഷന് പോകണം, അമ്മ ചില സമയം മറ്റേ അംഗൻവാടി ടീച്ചറായിരുന്നു, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇതൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഇവരുടെ സന്തോഷം കൊണ്ടൊരു പണിക്ക് പോകുന്നതല്ല. ഇപ്പം ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എൻ്റെ സന്തോഷം കൊണ്ടാണ്. ഇത് സന്തോഷത്തിന് വേണ്ടി അല്ലാണ്ട് നമ്മൾ പണിക്ക് പോകേണ്ടി വരും. എന്തിനാ കാശുണ്ടാക്കാൻ, എന്തിനാ ജീവിക്കാൻ. ഈ കാശുണ്ടാക്കാൻ വേണ്ടി, സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഭയങ്കര നല്ല സമയങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കുന്നത് ഭയങ്കര ബോറാണ്. നമ്മൾ ചത്തു എന്തായാലും ഇവിടുന്ന്. ആ ചത്തു വന്നതിന് മുന്നേ നമുക്ക് എൻജോയ് ചെയ്യണ്ടേ, നമുക്ക് സന്തോഷിക്കണം, നമുക്ക് ഒരുപാട് മനുഷ്യരെ കാണണ്ടേ, നമുക്ക് പരിചയപ്പെടണ്ടേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനല്ലേ. ഒക്കെ പൈസ 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 എന്ന് പറഞ്ഞിരുന്നാൽ മൊത്തം പരിപാടി പോയി പോകും. അപ്പോൾ പൈസ വേറെന്ത് പരിപാടിയാണ്, അതിൻ്റെ പരിപാടി എനിക്ക് അറിയില്ല. അത് എന്തോ, അത് അറിയുന്നവർ ആ പരിപാടിക്ക് നീങ്ങട്ടെ. പക്ഷേ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സമയം ഭയങ്കര പ്രീഷ്യസാണ്. പൈസയ്ക്ക് വേണ്ടി അത് കളയരുത്, അല്ലേ? ശരിയാണ്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് മനസ്സിൽ വിചാരിച്ചൊരു കാര്യം? സിനിമയിലേക്ക് വരുന്ന സമയത്തോ ബാബേനെ കല്യാണം കഴിക്കണം. ഏതാ പണ്ടാ, ഇത് സിനിമയിൽ വരുന്നതല്ല. ഞാൻ 10+2 പഠിക്കുന്ന സമയത്ത് തോട്ടാ പറയുന്നത്. അവിടെ ഞാൻ ഡെവലപ്പായിട്ടുണ്ട് കേട്ടോ. ഡെവലപ്മെന്റ് തന്നെ. ബാമ കല്യാണം കഴിച്ചില്ലേ? എനിക്കറിയില്ല, ഞാനിപ്പോൾ അത് അറിയുന്ന പോലുള്ളൂ. ബാമ കല്യാണം കഴിച്ചു. ആണോ? ഒരു കുട്ടിയുണ്ട്. ആയിക്കോട്ടെ, നല്ലത്, സന്തോഷം, അടിപൊളിയായിട്ടിരിക്കട്ടെ. ഞാനതല്ല ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടായിരുന്നോ? എനിക്ക് വീട്ടിൽ ഒരു കാറ് വാങ്ങിയിടണം, എനിക്കൊരു ബൈക്ക് വാങ്ങിയിടണം, എനിക്ക് എന്തെങ്കിലും സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഒരു വീട് വെക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗോൾ? ഇല്ല, ഞാൻ ഡ്രാമ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണോ സിനിമ വരുന്നത്. ഡ്രാമ സ്കൂളിൽ പോയി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തന്നെ പിന്നെ മറ്റേ അഭിനയപ്രാന്ത് പിടിച്ചു. പിന്നെ അഭിനയിക്കണം എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അഭിനയിക്കണം, കാരണം എനിക്ക് എന്നെ പേഴ്സണലി വലിയ ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ക്യാരക്ടേഴ്സിനാണ് എനിക്കിഷ്ടം. നമ്മൾ സ്നേഹം സ്റ്റോർ ചെയ്ത് വെക്കില്ലേ എന്നോടോ? ബാക്കിയുള്ള അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ സ്നേഹം സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, അതിൽ ഒരു സ്പൂണെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മൾ അറിയാലോ, അതാ പ്രശ്നം. അല്ല, നമുക്ക് ഞാൻ ഭയങ്കര പ്രശ്നക്കാരാണെന്ന് എനിക്കറിയാലോ. അപ്പൊ എനിക്ക് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളോട് സ്നേഹം വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹത്തിൽ ഒരു സ്പൂണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണം, നമ്മളോട് വേണം. കൊള്ളില്ലല്ലോ അവന് സ്നേഹം കൊടുക്കാൻ, കൊള്ളില്ലാതെ നമുക്ക് തോന്നിയാലോ? അവന് സ്നേഹം കൊടുക്കാൻ കൊള്ളില്ലവൻ എന്ന് നമുക്ക് തോന്നുക. ഇപ്പൊ ഞാൻ സ്നേഹമൊന്നും കൊടുക്കാനുള്ളത് ഒരാളില്ല, കൊള്ളില്ല, നിന്നും കൊള്ളില്ല, എന്നെ എന്താ സ്നേഹിക്കുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. അതെനിക്ക് എന്നോട് തോന്നുകയാണെങ്കിൽ ഞാൻ വലിയ സ്നേഹിക്കുക. നിന്നോട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ, എനിക്ക് എന്നോട് തോന്നുന്നു. കംപ്ലീറ്റ്ലി അത് നമ്മളറിയാത്തോണ്ടാ. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നല്ലതുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്വയം പ്രൗഡായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് സമയത്ത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും സ്നേഹം തോന്നിയിട്ടില്ല. അഭിനയിക്കുന്ന സമയത്ത് ആസ് ആൻ ആക്ടർ ഞാൻ എന്നിൽ പ്രൗഡാണ്. അത് കുറച്ച് ഓവർ പ്രൗഡാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രൗഡിൻ്റെ ആവശ്യമില്ല, അതിന് മാത്രം വലിയ ആനയൊന്നും ആയിട്ടുമില്ല. പക്ഷെ ഭയങ്കര അഹങ്കാരമാണ്. എപ്പോഴെങ്കിലും വീഴണം എന്നാലേ അത് പഠിക്കത്തുള്ളൂ. ഒന്ന് ഈ അഹങ്കാരം കാരണം എനിക്ക് പറ്റെന്താണെന്ന് വെച്ചാൽ, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, എൻ്റെ ബോഡിയുടെ മുകളിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല, എൻ്റെ മൈൻഡിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല, യാത്ര ചെയ്യുന്നില്ല, വായിക്കുന്നില്ല. ഇതൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിയാൻ ചെയ്തതിൻ്റെ ഗുണം. ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പം മൊത്തം ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാനങ്ങ് സുഖിക്കുക. ഇങ്ങനെ നമ്മൾ ലൈഫിൽ എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മോശമായൊരു കാര്യമില്ല. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളൊരു ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്കല്ലേ ഇപ്പോൾ. യെസ്, ആ ബ്രേക്ക് എൻജോയ് ചെയ്താൽ പോരെ. അല്ലാതെ ഞാൻ യൂസ്ലെസ് ആണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതിന് ഇതായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി എടുക്കുന്ന ബ്രേക്കാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശേഷം സമയമുണ്ട്. അറിയുള്ളൂ, നമ്മൾ ഈ ഡെയിലി നമ്മളൊരു ദിവസം ജീവിക്കുകയാണല്ലോ, ഓരോ ദിവസം ജീവിക്കുകയാണല്ലോ. ഈ ഓരോ ദിവസത്തിലും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല. ഇത് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യലും ആസ് ആൻ ആക്ടർ നമ്മുടെ ടൂൾസ് പ്രിപ്പയർ ചെയ്യലാണ്. ഇതിനൊരു ബ്രേക്കൊന്നുമില്ല. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ പിന്നെ ഇതിന് വേണ്ടിയിട്ട് അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ബ്രേക്ക് എടുക്കാൻ സമയമൊന്നുമില്ല. ബ്രേക്ക് എടുക്കൽ ഇപ്പം വേണമെങ്കിൽ മമ്മൂട്ടി സാറിന് വിചാരിക്കുക, അല്ലെങ്കിൽ മോഹൻലാൽ സാറിന് വിചാരിക്കുക ഞാൻ ബ്രേക്ക് എടുത്ത് കളയാം. ആ പരിപാടിയിൽ അവർ പോലും വിചാരിക്കില്ല. അവരും ഇപ്പോഴും വിചാരിക്കുന്നത് അവർ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർ, ഡെയിലി അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ്.
ഈ കൊച്ചു പ്രായത്തിൽ ഈ ചിന്ന കുളന്ത ഇപ്പോഴേ ഞാൻ ബ്രേക്ക് എടുക്കാന്നൊക്കെ പറയാനുള്ള പരിപാടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും എനിക്ക് എല്ലാത്തിനും ബ്രേക്ക് എടുക്കണം, എനിക്ക് വീട്ടിലിരിക്കണം, എനിക്ക് കുറച്ചു നേരം ചില്ല് ചെയ്യണം, ഫോണിൽ ഫുൾ ടൈം ഫോണിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ബട്ട് അതിലൊന്നും എനിക്ക് എന്നോടൊരു വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നാറില്ല. നല്ലത്. അതുപോലെ കണ്ടാൽ മതി. ജസ്റ്റ് ലൈഫിലൊരു ബ്രേക്കാന്ന് വിചാരിച്ചാൽ മതി. ഇന്ന പ്രായത്തിലെ ബ്രേക്ക് ഇത്രയും സെറ്റിൽ ആയിട്ട് ബ്രേക്ക് എടുക്കാൻ പാടുള്ളൂ. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ഈ ബ്രേക്ക് എന്നുള്ളൊരു സാധനത്തിനാണല്ലോ ഈ പണി എടുത്തേക്കുന്നത്. കാരണം ഇതെന്റെ എൻജോയ്മെന്റ് ആണല്ലോ, ഇതെന്റെ സെലിബ്രേഷൻ ആണല്ലോ ആക്ടിങ്. ഈ പരിപാടി എടുക്കുന്ന തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് സുഖിക്കാൻ, എനിക്ക് സന്തോഷിക്കാനാണ് ഈ പരിപാടിയിലേക്ക് നമ്മുടെ പാഷനെ നമ്മൾ പ്രൊഫഷനായിട്ട് എടുക്കുന്നത് തന്നെ ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. എനിക്ക് സുഖിക്കാം, എനിക്ക് സന്തോഷിക്കാം, ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി അങ്ങ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തും മടി കാണിക്കുന്നത് മോശമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് പാഷൻ ഉള്ളതുകൊണ്ടായിരിക്കും, തോന്നലായിരിക്കും. അതെൻ്റെ പാഷനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ തോന്നലായിരിക്കാം. വെൽത്തി സ്പോട്ട്ലൈറ്റിനോടൊപ്പമുള്ള ഇന്നത്തെ പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ വെൽക്കം ചെയ്ത പരിപാടി അടക്കം, അവിടുന്ന് പിക്ക് ചെയ്ത് വന്നടക്കം കൊള്ളായിരുന്നു. ഒക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു നമുക്ക് തീരെ അറിയാത്തൊരു പരിപാടിക്ക് വരുന്ന പോലെ അങ്ങനെ ആയിരുന്നില്ല. ഫുള്ള് അടിപൊളിയായിരുന്നു. വന്നു, സന്തോഷം. അപ്പോൾ ഇനിയും നല്ല നല്ല വില്ലൻ നായകൻ കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അന്ന് ആക്ച്വലി നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അത് പറയുന്നത്. ഇപ്പോഴും ആ ഒരു അത്രക്ക് തറച്ചുപോയി വില്ലൻ എന്ന് പറഞ്ഞിട്ട്. വില്ലൻ എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? ആണ്, പക്ഷെ ഞാൻ അത് ചെയ്യാനുള്ള ക്വാളിറ്റി ആയിട്ടില്ലെന്നേ. എന്റെ ശബ്ദമൊക്കെ പക്ഷേ നായകൻ എന്ന് തോന്നിക്കുന്ന വില്ലൻ എന്ന് തോന്നിക്കുന്ന ഒരു നായകൻ റോള് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര ഒരു കഴിവല്ല. അതിനെന്താ നമുക്ക് കഴിവ്? അത് ഡയറക്ടർ കഴിവുണ്ടോ? അതിൽ നായകനാണ്, പക്ഷേ ആ ക്യാരക്ടർ വരുന്ന സമയത്ത് അതൊരു വില്ലനാണ് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. മേ ബി എനിക്ക് മാത്രമായിരിക്കാം, ഐ ഡോണ്ട് നോ. കളയിലെ നായകനാണ് എങ്കിലും വില്ലനായിട്ട് തോന്നിയത് ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കാം, ഐ ഡോണ്ട് നോ. എന്താണെന്നറിയാമോ, അത് ഡയറക്ടർ രോഹിത് വി എസ് ഇല്ലേ, ആളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് പരിപാടി ഉണ്ട്. അതിനകത്തൊരു വൺ ഓഫ് ദ മെയിൻ ഐറ്റമാണ് ഇത്, ഈ പ്ലേറ്റ് മാറ്റൽ പരിപാടി എന്ന് പറയുന്നത്. അത് പോസ്റ്ററിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോസ്റ്ററിൽ മോഹൻലാലിനെ കാണാം, അപ്പം തന്നെ നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് മോഹൻലാൽ നായകൻ. ആ പരിപാടിയിൽ നിന്ന് അടിക്കുക, അതിനിട്ടൊരു അടി കൊടുക്കുക എന്നുള്ള പുള്ളിയുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒരു പരിപാടിയായിരുന്നു. ഒരു പരിപാടിയായിരുന്നത്. ടോവിനോടെ ഫോട്ടോ ആയിരുന്നു. എൻ്റെ ഫോട്ടോ പോസ്റ്ററിലൊന്നും ഇല്ലായിരുന്നു. പടം ഇറങ്ങുന്നവരെ, ഇറങ്ങി കഴിഞ്ഞിട്ട് വന്നതിനകത്ത് ഉണ്ടാവുമായിരിക്കും, ഇറങ്ങുന്നവരെ ഒരു പരിപാടിയിലുണ്ടായിരുന്നില്ല. എൻ്റെ പ്രൊമോഷനേ ഉണ്ടായിരുന്നില്ല. ഞാൻ പടത്തിലുണ്ടെന്ന ഒരു ടീസർ, നാലാമത്തെ ടീസർ വിടുന്നതിന് റിലീസ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. അതിന് മുന്നേ ഒരു പരിപാടി ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പോസ്റ്ററിൽ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ അയാൾ നായകൻ എന്ന് വിചാരിക്കുന്ന പ്രശ്നമായിരിക്കാം. ബട്ട് അത് പ്രശ്നമല്ല. ഞാൻ തർക്കിക്കുന്ന ഇപ്പോഴും എൻ്റെ നായകൻ വില്ലൻ പരിപാടിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ആ പടത്തിലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന പയ്യനാണ്. ഞാൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ ജീവിതത്തിൽ വില്ലൻ നായകനൊക്കെ പലതായിരിക്കാം. ചിലപ്പോൾ ചില ജീവിതങ്ങളിൽ ഞാൻ സഹനടനായിരിക്കാം, ചില ജീവിതങ്ങളിൽ ഞാൻ വില്ലനായിരിക്കാം, ചിലതിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കാം, പലതായിരിക്കാം പല ജീവിതത്തിൽ. പക്ഷെ ആ സിനിമയിൽ കളയിൽ ആ പയ്യനാണ് പ്രൊട്ടഗോണിസ്റ്റ്, നായകൻ. അപ്പോൾ ഇനിയും അതുപോലെയുള്ള ഒരുപാട് റോൾസ് കിട്ടട്ടെ. പറഞ്ഞു മടുത്ത് എത്ര കൊല്ലായി ഇത് തന്നെ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക, അവനായ എന്തോ ആട്ടെ. അത് ആ വഴിക്ക് പോകും. ഇനിയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. വില്ലനല്ലേ, കളയിലെ വില്ലനല്ലേ എന്ന് ക്വസ്റ്റ്യൻസ് വരാം. കാലോ പടം കഴിഞ്ഞിട്ട് 2019 അവാർഡ് കിട്ടി കഴിഞ്ഞ കാലം എത്ര കാലം. അടുത്ത പരിപാടി ഇറങ്ങിയിട്ടില്ലെന്ന്, ഇറങ്ങിയാലല്ലേ ഇത് മാറുള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ വൈറലാവുന്നതിലൂടെ എല്ലാവരും മനസ്സിലാക്കും യു ആർ ദ നായകൻ ഓഫ് ദാറ്റ് മൂവി. ഓക്കെ, വലിയ വാശിയൊന്നും ഇല്ല. അങ്ങനെ മനസ്സിലാക്കി ഇല്ലാത്തവരില്ല. ഞാൻ പണ്ടൊക്കെ തർക്കിക്കുമായിരുന്നു ആൾക്കാരോട്, മറ്റേ വില്ലൻ നായകൻ പറഞ്ഞിട്ട്. ഇല്ല, ഇതിപ്പോൾ നിർത്തി. എന്ത് നായകൻ, എന്ത് വില്ലൻ, എന്തോ എന്തൊരു ആയിക്കൊണ്ട് പോട്ട്. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. എല്ലാവിധ വിഷസും. Thank you for being with Wealthy Spotlight. Thank you for giving me this chair for some time for that talk in this country. Yeah. Okay, thank you. Yeah, thank you.